മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഏതാണ്ട് 5 മുതൽ 7 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു വാഴ ആദായം ലഭിക്കുന്ന ഒരു കൃഷി രീതി ഞാൻ ചെയ്യുകയും അത് പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്ത രീതിയാണ് ഞാൻ പ്രിയമുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്ന ഈ കൊല റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 7 മാസത്തിന് മുമ്പ് ഒരു മൂട് റോബസ്റ്റയുടെ വാഴ ഒരു വിത്ത് കൊണ്ടു നട്ടു. ആ വിത്തിന് നട്ടപ്പോൾ ഞാൻ ചെയ്ത വളങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ മഴ പൂർണ്ണമായിട്ട് നിൽക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ വാഴ കൊലച്ചത്. അപ്പോൾ ഈ വാഴ കൊലച്ചപ്പോൾ പിന്നെ 2 മാസത്തിനകത്ത് വെച്ച് ഈ കൊല വിളഞ്ഞ് കിട്ടണം. അതായത് 60 ദിവസം കൊണ്ട് കൊല പൂർണ്ണമായിട്ടും വിളഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് ഞാൻ ചെയ്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, അപ്പോഴത്തേക്ക് നല്ല ഉണക്കായി, നല്ല ഉണക്കിൻ്റെ കാഠിന്യമായി. അപ്പം ഉണക്കിനെ അതിജീവിക്കാൻ ഈ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴകൾക്ക് കഴിയത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന് ഞാൻ ചെയ്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇതേപോലെയുള്ള ഒരു കന്നാസ് ഇത് ആക്രി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല. 5 രൂപ, 6 രൂപ, അല്ലെങ്കിൽ 7 രൂപ, 10 രൂപ താഴെയൊക്കെയുള്ള വിലയാവത്തുള്ളൂ. ഇതിൽ ഞാൻ വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചീമക്കൊന്നയുടെ ഇലയും കൂടി ലായനി വളം ഉണ്ടാക്കി അതിനകത്ത് ആദ്യം ഒഴിക്കും. അതിനുശേഷം ഒരു 10 ലിറ്റർ വെള്ളം, അപ്പോൾ 1 ലിറ്ററാണ് അതിനകത്ത് ലായനി വളമായിട്ട് ഒഴിക്കുന്നത്. 10 ലിറ്റർ വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ കന്നാസിൻ്റെ അടിഭാഗത്ത് ഒരാണി ഉപയോഗിച്ച് 2 കിഴുത്ത ആണി പഴിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അത് ദ്വാരമാവും. 2 കിഴുത്തയുണ്ട്. അപ്പോൾ ഈ 2 വളങ്ങളൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് തുള്ളികളായിട്ട് കുറേശ്ശെയായിട്ട് ഈ വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ ഏതാണ്ട് വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്. നേരം വെളുക്കുമ്പോഴത്തേന് പൂർണ്ണമായിട്ടും കുറേശ്ശെ ഈ വാഴയുടെ ചുവട് നല്ല രീതിയിൽ വ്യാപിച്ച് ഇരിക്കും. അപ്പോൾ ഈ ലായനി വളം പെട്ടെന്ന് തന്നെ ഈ വാഴ വലിച്ചെടുക്കുകയും 60 ദിവസം കൊണ്ട് പൂർണ്ണമായ വിളവിൽ ഈ കൊല നമുക്ക് ആയിത്തീരുകയും ചെയ്തു. പിന്നെ മറ്റൊരു സംഗതി, ഇപ്പം നമ്മളിങ്ങനെ വളം ചെയ്യുന്നുണ്ടെങ്കിൽ സാമാന്യം വലിയ കുലകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സാമാന്യം വലിയ കുലകളാവുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന് താങ്ങുകാല് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ താങ്ങുകാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പക്ഷേ ഈ കൊല താങ്ങി നിൽക്കാൻ ഈ വാഴയ്ക്ക് ശേഷിയില്ലാതെ വരും. ഒന്ന്. പിന്നെ മറ്റൊരു കാര്യം, കഠിനമായ വരൾച്ചയാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിണ്ടികൾ പഴുത്ത് കൊല ഒടിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ അതിജീവിക്കാനായിട്ട് ഞാൻ ചെയ്തത്, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ വലിയ കമ്പുകളൊക്കെ എടുക്കാനില്ല. ഇതേപോലെ ഒരു ചെറിയ കമ്പ്, ഇതേപോലെ ഒരു ചെറിയ മരക്കഷ്ണം എടുത്ത് ഇങ്ങനെ 2-3 കെട്ടൊക്കെ കെട്ടി അതിന് ശേഷം ഇതേപോലെ ആ മരക്കമ്പിൽ നിന്നും ഒരു കയറ് ഇതേപോലെ ഒരു കുറ്റിയടിച്ച് ഇങ്ങനെ കെട്ടുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബലത്തിൽ അത് നിന്നു. കാരണം വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു താങ്ങുകമ്പാണ് ഈ കൊടുത്തത്. അങ്ങനെ ഈ സംഭവം ഞാൻ ഈ പറഞ്ഞ വളം, ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആ വളപ്രയോഗത്തിൻ്റെ രീതി ആഴ്ചയിൽ 1 ദിവസമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഈ വാഴ കുലയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചുവട്ടിലൊരു 2-3 വിത്തുകൾ കിളിച്ചു വന്നായിരുന്നു. അപ്പോൾ ഈ 2-3 വിത്തുകൾ ഞാൻ നശിപ്പിച്ചില്ല, അതും കൂടി വളരെ അനുവദിച്ചു. അപ്പോൾ എൻ്റെ ഒരു കൃഷി രീതിയാണ്, വാഴക്കൃഷി രീതി അതാണ്. വിത്തുകൾ 3-4 വിത്തുകൾ ഞാൻ ഒരു വാഴയുടെ ചുറ്റും നിർത്തിയിരിക്കും. അതിന് ശേഷം ഉണ്ടാകുന്ന വിത്തുകൾ മാത്രമേ നശിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഈ വിത്തുകൾ ഉണ്ടായിട്ടിപ്പോൾ 2 മാസമായി. ഈ 2 മാസമായ വാഴവിത്ത് നമ്മൾ ഈ കൊടുക്കുന്ന വളം ഈ വാഴവിത്ത് വലിച്ചെടുത്ത് ഇനി 3 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് കുലയ്ക്കും. ഈ വാഴ നല്ല വാഴയാണ്, നമുക്ക് കണ്ടാൽ അറിയാം. നല്ല പ്രസരിപ്പുള്ള നല്ല ഊർജ്ജസ്വലമായ ഒരു വാഴയാണ്. അപ്പോൾ ഇത് 2 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ വാഴ കൊലയ്ക്കും. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞ് ആ കൊലയും കൂടെ വെട്ടാം. അപ്പോൾ ഈ കൊടുക്കുന്ന വളം ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഏറ്റവും എളുപ്പത്തിൽ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് വാഴ കൃഷി ലാഭകരമാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ഇപ്പോഴും ഒരു കൊലയാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു കൊല മാത്രമേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അത് സാമാന്യം നല്ല ഒരു കൊലയാണ്. ഇതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉണക്ക് സമയമായതുകൊണ്ട് വില കൂടുതൽ കാണാൻ സാധിക്കും. പൊതുവേ റോബസ്റ്റയ്ക്കും പാളാന്തോളം കൊലയ്ക്കും അല്പം വില കുറവാണ്. എങ്കിലും ഉണക്ക് കാലത്ത് നല്ല വിലയാണ്. അപ്പം ഈ കൊല, അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ 3 വിത്തുകൾ
3 വിത്തുകൾ 2 എണ്ണം ഒരേ പ്രായത്തിലുള്ളതും ഒന്ന് അല്പം പ്രായം കുറഞ്ഞു പോകാം. 3 മാസം കഴിയുന്നുണ്ടെങ്കിൽ ഈ 2 വാഴകളും ഇത് കുലയ്ക്കും. ഇതേപോലുള്ള 2 കുലയും കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കൂട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 14 മാസത്തിനുള്ളിൽ നമുക്ക് 3 കൊല ഒരു വാഴച്ചോട്ടിൽ നിന്നും കിട്ടും. ഇനി 3 അല്ല, ഇതിൻ്റെ കൂടെ 2 വിത്തുകളുടെ അന്ന് ഉണ്ടായി നിർത്തിയിരുന്നാണെങ്കിൽ 4ഉം 1 5 കൊല കിട്ടിയേനെ. അപ്പം 14 മാസത്തിനിടയിലാണ് നമുക്ക് ഈ 5 കൊല കിട്ടുന്നത് മനസ്സിലാക്കി നോക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ആകെ ചിലവായെന്ന് വെച്ചാൽ ഈ നമ്മൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ കടലപ്പിണ്ണാക്കും കുറേ ചീമക്കൊന്നയുടെ ഇലയും കൂടാണ് നമ്മൾ ആകെ എടുത്തത്. ഇത് ഒരു പാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം ചോർന്ന് പോകാത്ത രീതിയിലുള്ള ഒരു പാത്രം നമ്മൾ സംഘടിപ്പിച്ച് ഈ പാത്രത്തിൽ ഇതെല്ലാം ഇട്ട് വെച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക, ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക. 10-12 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഓരോ കപ്പ് മുക്കിയെടുത്ത് ഈ കന്നാസിനകത്ത് നമ്മൾ ഒഴിച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ നമ്മൾ ചെയ്തുള്ളൂ. ഇനി മഴയാണെങ്കിൽ നമ്മൾ ഈ കന്നാസിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം ലായനി മാത്രം മഴ തോന്നി നിൽക്കുന്ന സമയങ്ങളിൽ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വാഴയുടെ ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ലായനി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ വലിയ കൊലകൾ വരുവാണെങ്കിൽ ഉത കൊടുക്കാൻ, അതായത് താങ്ങുകമ്പ് കൊടുക്കാൻ വിഷമിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് താങ്ങുകമ്പ് എങ്ങനെ കൊടുക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇപ്പോൾ ഈ ഉണക്കുകാലത്ത് റോബസ്റ്റയോ പാളന്തുണം വാഴയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് കൊലകൾ കിട്ടുകയും അതിൻ്റെ വിത്തുകൾ ഊർജ്ജസ്വലമായ രീതിയിൽ വളർന്ന് വലുതാവുകയും ചെയ്യും. അപ്പം ഇതൊന്ന് പരിശോധിച്ച് നോക്കുന്നതാണ്. തീർച്ചയായിട്ടും കൃഷി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ എടുത്തു പറയത്തക്ക ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ റോബസ്റ്റ വാഴക്കുലയൊക്കെ വലിയ വലിയ കുലകളാണ് നമുക്ക് ഇടുന്നത്. ഒരു പക്ഷേ വിലക്കുറവാണ് ഉണ്ടാകുന്നെങ്കിൽ, വിലക്കുറവാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും നല്ല പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തോരനായിട്ടും അവിയലായിട്ടും പുഴുക്കായിട്ടും കറിയായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുലയാണ്. പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ തീ വിലയാണ്. പിന്നെ ഞാനാണെങ്കിൽ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ജൈവ കൃഷിയുടെ പല ന്യൂനതകൾ പലരും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ആദ്യത്തെ ജൈവ വളക്കൃഷി ആദായം കുറവായിരിക്കും. എന്നാൽ തൊട്ടടുത്ത സമയം മുതൽ ജൈവ കൃഷി രാസവളത്തെക്കാട്ടിൽ ഗുണം ചെയ്യും. എന്ന് മാത്രമല്ല മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി ഒരു കാരണവശാലും നശിച്ചു പോവുകയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പം ഇത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ താല്പര്യമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.